ഹായ് ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാതെ എങ്ങനെ പെർഫെക്റ്റായി നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണെന്ന് കാണിക്കുന്നത്. നമ്മൾ കുറച്ച് ശ്രദ്ധിച്ചാൽ നല്ല നെയ്യപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതിൽ അപ്പസോഡയോ പഴമോ ഒന്നും ചേർത്തിട്ടില്ല. ഒന്നും ചേർക്കാതെ തന്നെ നമുക്ക് നല്ല നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയാൽ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഞാനിവിടെ നെയ്യപ്പം ഉണ്ടാക്കിയിട്ടുള്ളത് അരി വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തെടുത്തിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് പൊടിച്ചിട്ടാണ് ഞാൻ നെയ്യപ്പം ഉണ്ടാക്കിയിട്ടുള്ളത്. നെയ്യപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് വെള്ളം ഒഴിച്ചൊന്ന് കുതിർത്തെടുക്കുന്നുണ്ട്. 3 മണിക്കൂറാണ് ഞാനിവിടെ വെള്ളം ഒഴിച്ച് വെക്കുന്നത്. അതിന് ശേഷം നന്നായി കഴുകിയിട്ട് വെള്ളം ഒന്ന് വാർത്തെടുക്കുന്നുണ്ട്. നമുക്കത് കുതിരാനായിട്ട് വെക്കാം. ഇനി ഇതിലേക്കുള്ള ശർക്കര എടുത്തിട്ടുണ്ട്. ഞാൻ 3 കട്ട് ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ അരി കുതിർത്താൻ വെച്ചിട്ട് 3 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അത് ഞാൻ കഴുകി ഒരരിപ്പയിലേക്ക് വാരി വെച്ചിട്ടുണ്ട്. ഇത് നന്നായി വെള്ളം വാർത്തെടുത്തതിന് ശേഷം വേണം മിക്സിയിലിട്ട് പൊടിക്കാൻ. അപ്പോൾ മിക്സിയിലേക്ക് പകുതി മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. കുറഞ്ഞൊരു തരി ഒടുക്കനെയാണ് നമ്മൾക്കിത് പൊടിച്ചെടുക്കേണ്ടത്. ഞാൻ കുറച്ച് കണ്ണി അകലുള്ള ഒരു അരിപ്പയാണിത് തരിച്ചെടുക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. അതിൽ തരിച്ചെടുക്കുമ്പോൾ കുറഞ്ഞൊരു തരി ഒടുക്കനാവും കിട്ടുക. അപ്പോൾ നമുക്ക് നെയ്യപ്പം ഉണ്ടാക്കാം. നൈസ് പൊടിയല്ല, ഒന്ന് തരിയുള്ള പൊടിയാണ് വേണ്ടത്. നന്നായി കിട്ടും നെയ്യപ്പം. ഞാൻ ആദ്യം പൊടിച്ച് ഇവിടെ തരിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ പൊടിയാത്ത ബാക്കിയാണ് മിക്സിയിലേക്ക് തന്നെ ഇട്ട് കൊടുത്ത് അടുത്ത ബാച്ചും പൊടിച്ചെടുക്കുന്നുണ്ട്. അതും പൊടിച്ചെടുത്തതിന് ശേഷം ഒന്ന് തരിച്ചെടുക്കാം. അരി മുഴുവനായിട്ടും ഞാൻ ഈ ബൗളിലേക്ക് തരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മെൽറ്റാക്കാൻ വെച്ച ശർക്കര ഒരരിപ്പയിൽ കൂടെ നല്ല ചൂട് കൊടുക്കുന്നതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. മെൽറ്റാക്കി എടുത്ത ഉടനെ തന്നെ ഈ പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം കട്ടയൊന്നുമില്ലാതെ നല്ല പോലെ തന്നെ ഇളക്കിയെടുക്കണം. നല്ല പോലെ തന്നെ ഇളക്കിയെടുത്തതിന് ശേഷം ഞാനിത് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. അതിന് ശേഷമാണ് നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനിയിപ്പോൾ അതിലേക്ക് ഞാനൊന്നും ചേർക്കണില്ല. ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ചെറിയ ജീരകം ഏലക്കായൊക്കെ ഒന്ന് പൊടിച്ച് ചേർക്കുന്നുണ്ട്. ഈ ഒരു കട്ടിയിലാണ് നമ്മൾ മാവ് കിട്ടേണ്ടത്. ഇളക്കിയെടുത്തതിന് ശേഷം ഞാനിത് 2 മണിക്കൂർ മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മൂടി ഒന്ന് തുറന്ന് നോക്കാം. ഇനി ഇതൊന്ന് ഇളക്കി നോക്കാം. നമ്മുടെ മാവ് ഒന്നും കൂടി ടൈറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞാൻ ഏലക്കായും ചെറിയ ജീരകവും പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണ് മൈദയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഈ മൈദ ഇട്ട് കൊടുത്തപ്പോൾ ഒന്നും കൂടി ടൈറ്റായിട്ടുണ്ട്. ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ചൊന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ സ്റ്റൗവും അവിടെ എണ്ണയൊക്കെ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ഇരുമ്പ് ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി എണ്ണ ചൂടായാൽ നമുക്കിതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ല പോലെ തന്നെ ചൂടാവരുത്. നല്ല പോലെ ചൂടായാലും നമ്മൾ മാവ് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഷേപ്പൊക്കെ മാറിപ്പോവും. ഒരു മീഡിയം സൈസ് ചൂടായാലാണ് ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കുക.
നെയ്യപ്പം ഇവിടെ ഒന്ന് ഉളച്ച് വന്നിട്ടുണ്ട്. ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. മാവ് നന്നായി കട്ടിയായാൽ നമ്മൾ നെയ്യപ്പത്തിൻ്റെ ഉള്ളിൽ വേവില്ല. ഒന്ന് കട്ടി കുറച്ചിട്ടാണ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ അവിടെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി ബാക്കിയുള്ള മാവും ഞാൻ ഇതേപോലെ പൊരിച്ചെടുക്കുന്നുണ്ട്. ഇതേപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നല്ല നെയ്യപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എല്ലാ മാവും കൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൊണ്ടു. അരി പൊടിച്ചെടുത്തിട്ട് കുറഞ്ഞൊരു തരിയിൽ നമ്മൾ നെയ്യപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല നെയ്യപ്പമായിട്ട് കിട്ടും. നമ്മളാ നെയ്യപ്പത്തിൻ്റെ പഴയ ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് അരി പൊടിച്ചെടുത്തിട്ട് ഉണ്ടാക്കി നോക്കൊണ്ടു. നമ്മൾ പഴമൊക്കെ ചേർത്താൽ പഴത്തിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് നെയ്യപ്പത്തിന് ഉണ്ടാവുക. അതുകൊണ്ടാണ് പഴമൊന്നും ചേർക്കാതെ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൊണ്ടു. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് കൊടുക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരോടും ബായ്.